உடுமஞ்சோலையில் தோட்டப்பகுதியில் உள்ள குழந்தைகள் 4ஆம் வகுப்பு முடிந்தால் பின்பு பணம் கொடுத்து படிக்க வேண்டிய நிலை இருந்தது. அதற்கு தற்பொழுது எம்எம்மணி எம்எல்ஏ முயற்சியை தொடர்ந்து மாற்றங்கள் ஏற்பட்டுள்ளன. இந்த மண்டலத்திலே ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂൾ തമിഴ് വിഭാഗം എൽപി വിഭാഗവും എച്ച്എസ് വിഭാഗവും ഉണ്ട്. യുപി സ്കൂളില്ല. ഇവിടെ തമിഴ് വിഭാഗം യുപി സ്കൂൾ അനുവദിക്കുന്നതിന് നടപടി ചെയ്യും. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ യുപി സ്കൂൾ വിഭാഗം പ്രവർത്തിക്കാത്തതിനാൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് സംരക്ഷിത അധ്യാപകർ SSK വോളണ്ടിയർമാർ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ തുടക്ക വർഷത്തിൽ 5ാം ക്ലാസും തുടർ വർഷങ്ങളിൽ 6-7 ക്ലാസുകളും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. யூபி நிலையத்திற்கு மட்டும் அங்கீகாரம் கிடைக்காதது கடந்த 13 வருடமாக துயரத்திற்கு காரணம். 50க்கும் மேற்பட்ட மாணவ மாணவிகள் தான் இப்பொழுதும் கவர்மெண்ட் முன்னிறங்கியது ஆறுதலாக மாறியுள்ளது. குழந்தைகளின் கல்வி தடைவிடுவதை தொடர்ந்து பஞ்சாயத்தும் பிடியும் முன்கை எடுத்து மாதம் 300 ரூபாய் பீஸ் வாங்கிதான் யூபி ஸ்கூல் செயல்பட்டு வந்தது என்றாலும் பாவப்பட்ட குடும்பங்களிலிருந்து இந்த குழந்தைகள் வர இயலாத நிலையும் இருந்தது. பணம் இல்லாததால் கடந்த வருடம் 4 படித்த 5 குழந்தைகள் யூபி ஸ்கூலிற்கு அட்மிஷன் எடுக்கவும் இல்லை. வேறு அரசு ஸ்கூலிற்கு இலவச புத்தகங்கள், மதிய உணவுகள், சீருடைகள் இவர்களுக்கு கிடையாது. இதனால் தான் இப்பொழுது அரசு இடைவிட்டு வரும் வருடங்களில் இந்த துயரத்திற்கு தீர்வு காணப்படும் என்று எதிர்பார்க்கப்படுகிறது. ஸ்கூலில் 13 வருஷம் ஐடியா இல்லை, எல்லாமே ஃபீஸ் கொடுத்து தான் நாங்கள் வாங்குகிறோம். அதனால் எம்எல்ஏ சார் சட்டசபை வரைக்கும் எல்லாம் கொண்டு போய் எங்களுக்கு பண்ணி கொடுத்ததுக்கு எல்லாத்துக்கும் நன்றி சொல்லிக்கிறோம். இந்த பகுதியில் குழந்தைகளுக்கு உதவி செய்ய அரசு தேவையான നടപടികളും വസതികളും ചെയ്തു കൊടുക്ക வேண்டும் என்று ഗ്രാമപഞ്ചായത്ത് தலைவர் KK സജികുമാർ. തീർച്ചയായിട്ടും വളരെ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കൃഷിക്കാരുടെയും കുട്ടികൾ പഠിക്കുന്ന ഉടുമ്പൻചോല സ്കൂളിന് കഴിഞ്ഞ 13 വർഷമായിട്ട് യുപിയുടെ അംഗീകാരമില്ലായിരുന്നു. അത് PTA അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് നടപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട MLA മണിയാശാൻ്റെ ഇടപെടലിലൂടെ സബ്മിഷൻ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉടുമ്പൻചോല സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെയധികം ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം 13 വർഷക്കാലത്തോളം PTAയും ഈ പറയുന്ന പോലെ സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്നാണ് ഈ UP സ്കൂള് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി പുതിയ നിയമനമൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും UPയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ കുറവെല്ലാം പരിഹരിച്ച് മുഴുവൻ കുട്ടികൾക്കും ഇവിടെ ഹൈസ്കൂൾ വരെ പഠിക്കാനുള്ള എല്ലാ സംവിധാനവും സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ഗവൺമെന്റിന് പ്രത്യേകമായ ഗ്രാമപഞ്ചായത്തിന് നന്ദി രേഖപ്പെടുത്തും. அரசு முன்கை எடுத்ததை தொடர்ந்து இந்த பிரச்சனைக்கு தீர்வு காணப்படும் என்ற நம்பிக்கையில் தான் ஒவ்வொருவரும். நியூஸ் பீரோ ராஜகுமாரி.